നമസ്തേ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ചു ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്. തീരദേശ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഷോൺ ജോർജ് തുറന്നടിച്ചു. എന്നാൽ തെലങ്കാന ആസ്ഥാനമായ കമ്പനിയുമായി ധാരണ ഉണ്ടാക്കിയെന്നും KMML-യുമായി ധാരണ ഉണ്ടെന്നും ഈ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. തോറിയം പോലെ ഒരു വസ്തു സ്വകാര്യ കമ്പനിക്ക് നൽകുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. മാസപ്പടി കൊള്ള വീണ്ടും തുടരാനാണോ എന്നും സംശയമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ബഡ്ജറ്റിൽ ഇതുപോലെ ഒരു കാര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ബഡ്ജറ്റിൽ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞതുപോലും ഇതിന്റെ ഭാഗമായിട്ടാണോ എന്ന് ഷോൺ ജോർജ് ചോദിച്ചു. ബജറ്റിൽ തീരദേശ കരിമണൽ ഖനന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുമെന്ന നയപ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നത് സർക്കാരിന്റെ പദ്ധതിയല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സർക്കാർ രേഖകളുമായി തന്നെ പൊരുത്തപ്പെടുന്നില്ലെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. തെലങ്കാന ആസ്ഥാനമായുള്ള മിഡ്വെസ്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും തമ്മിൽ ധാരണയിലെത്തിയതായി കമ്പനിയുടെ ഭാഗത്തു നിന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. KMML നടത്തിയ ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ധാരണ ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രകാരം മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ സംസ്കരണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കമ്പനിക്ക് ലഭ്യമാക്കുന്നതിനും KMML-ന്റെ 2 ഏക്കർ ഭൂമിയും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനും വ്യവസ്ഥകളുണ്ട്. കൂടാതെ KMML ശേഖരിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ആദ്യം ഈ കമ്പനിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയ ശേഷമേ മറ്റാവശ്യങ്ങൾക്ക് നൽകാവൂ എന്ന വ്യവസ്ഥയും രേഖകളുണ്ട്. തോറിയം അടങ്ങിയ മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന ധാതുക്കളുടെ ശേഖരണവും കൈകാര്യം ചെയ്യലും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത്തരമൊരു മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് പങ്കാളിത്തമില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് യാഥാർത്ഥ്യ വിരുദ്ധവും ഗൗരവമേറിയതുമായ വിഷയമാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ് ഖനനം സ്വകാര്യവൽക്കരിക്കുന്നത്. ഖനനം KMML-ന് കൊടുത്തിട്ട് മിനറൽ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാനാണ് നീക്കം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണം. കരിമണൽ കൊള്ളയിൽ LDF UDF സർക്കാരുകൾ ഒന്നാണെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. മെയ് 6-ന് തന്നെ ഈ കമ്പനിയുമായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കെ പിന്നീട് ബജറ്റിൽ സ്വകാര്യവൽക്കരണ നയം പ്രഖ്യാപിച്ചത് ഈ കമ്പനിക്ക് വേണ്ടിയാണോ എന്ന സംശയം ശക്തിപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ദേശീയ സുരക്ഷയെ ബാധിക്കാവുന്ന ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് സർക്കാർ ഉടൻ പിന്നോട്ട് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് എന്നിവർ പങ്കെടുത്തു. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിനാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണമൊക്കെ. അതേസമയം CMRL എക്സാലോജിക് മാസപ്പടി സാമ്പത്തിക ഇടപാട് കേസിൽ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കും. 3ാം ഘട്ട ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ച നടക്കും. കരിമണൽ കമ്പനിക്ക് പിണറായി വിജയനുമായി ബന്ധമുണ്ട് എന്നതിലടക്കം ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ വീണയോട് ED വ്യക്തത തേടിയിട്ടുണ്ട്. ഇന്നലെ 9 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നടന്നത്. SFIO രേഖകൾ കോടതിയിൽ നിന്ന് കിട്ടിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണയെ ED കൊച്ചിയിലേക്ക് വിളിപ്പിച്ചത്. തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് വീണയ്ക്ക് ED നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച എത്താൻ അസൗകര്യമുണ്ടെന്ന് അറിയിച്ച വീണ നേരത്തെ ഹാജരാകാൻ സാധിക്കുമോ എന്ന് EDയോട് ചോദിച്ചു. തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഇന്നലെ ഹാജരാകാൻ ED അനുമതി നൽകിയത്. ജൂൺ 17-ന് വീണയെ 9 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. അന്ന് വീണ നൽകിയ മൊഴികൾ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി CMRL ഡയറക്ടർമാരായ ശരൺ S. കർത്തയെയും JS. കർത്തയും ഷിബി S. കർത്തയും CMRL-ലെ പ്രധാന ഉദ്യോഗസ്ഥരെയും ED കഴിഞ്ഞ 2 ആഴ്ചകളിൽ ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴികളിലും വീണയുടെ മൊഴികളിലുമുള്ള പൊരുത്തക്കേടുകൾ SFIO രേഖകളുടെ കൂടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് ED വീണയെ വീണ്ടും ചോദ്യം ചെയ്തത്. നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതിന്റെ പിന്നിലുള്ള യഥാർത്ഥ സാമ്പത്തിക താൽപ്പര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ED സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. കൈപ്പറ്റിയ പണത്തിന്റെ വിനിയോഗം, എംപവർ ഇന്ത്യ സ്ഥാപനത്തിൽ നിന്നും 50 ലക്ഷം വായ്പ എടുത്ത സാഹചര്യം, ഈ പണത്തിന്റെ തിരിച്ചടവ്, വീണ്ടും വായ്പ വാങ്ങിയ സാഹചര്യം, വീണയ്ക്ക് അബുദാബിയിൽ ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ, സ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ, എക്സാലോജിക് കമ്പനി പ്രവർത്തനം നിർത്തിയ സാഹചര്യം തുടങ്ങിയ ഇതിനോടകം ശേഖരിച്ച വിവരങ്ങൾ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് ED വൃത്തങ്ങൾ പറഞ്ഞു. എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യത്തെ ചോദ്യം ചെയ്യലെങ്കിൽ SFIO EDക്ക് കൈമാറിയ CMRL എക്സാലോജിക് കരാറുകൾ, വീണയുടെ വിശദമായ മൊഴിപ്പകർപ്പ്, IT റിട്ടേൺ അടക്കമുള്ള 134 സുപ്രധാന രേഖകൾ മുന്നിൽ വെച്ച് കൂടുതൽ സമയമെടുത്തുള്ള ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സേവനം ലഭിക്കാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത് ഭരണത്തിൽ സ്വാധീനം ചെലുത്തി ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു എന്നതാണ് EDക്ക് അറിയേണ്ടത്. സേവനം നൽകാതെ പണം വാങ്ങിയതിന് വ്യക്തവും കൃത്യവുമായ വിശദീകരണം നൽകാൻ വീണയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ED അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന.
ഈ സംഭവത്തിലും നേരത്തെ BJP നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. PC ജോർജിനെ വീട് വളഞ്ഞ് രാത്രി അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെയാണ് മകനായ ഞാൻ CMRL കേസിലേക്ക് ഇറങ്ങിയതെന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്. ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള തോറിയം കേരളത്തിന്റെ തീരത്തു നിന്നും അന്യരാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് മുൻപ് ആരോപിച്ചു. CMRL നിന്ന് എക്സാലോജിക്കിന് ലഭിച്ച പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് വീണയ്ക്കും മറ്റു വിദേശ അക്കൗണ്ടുകൾ ഉണ്ടെന്നും ആരോപിച്ച് BJP നേതാവ് ഷോൺ ജോർജ് EDക്ക് പുതിയ പരാതി നൽകിയിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.